എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം എന്തുകൊണ്ട് ഇന്നത്തെയും വീഡിയോ ഒരു കൊച്ചു വീഡിയോയാ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ചിലർ മറന്നു പോവും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണം. ഇഷ്ടപ്പെടുന്ന റെസിപ്പികളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തോർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് അൺസബ്സ്ക്രൈബർ ആയിപ്പോവും. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചൂരമീൻ കണ്ടിട്ട് മോളി തോമസ് ആണെന്ന് തോന്നുന്നു പറയുന്നത്. എന്നും ചൂരയാണോ എന്തോ ചെയ്യാനാ. ഇവിടെ നമ്മളിപ്പം അങ്ങ് മെയിൻ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മീനുകളൊക്കെ കിട്ടും. അപ്പോൾ അതിന് പോകാൻ ഞാൻ പറഞ്ഞു, എന്നോട് നാളെ ആരാണ് പറയുകയും ചെയ്തേ തന്നെ പൊയ്ക്കൂടെയെന്ന്. എനിക്ക് തന്നെ പോകാൻ അറിയത്തുമില്ല, അറിയുന്നതല്ല, ഞാനങ്ങനെ തന്നെ പോയി എനിക്കങ്ങനെ ഒരു ശീലമില്ല. അപ്പോൾ റീച്ചാൻ ഇപ്പോൾ രാവിലെ പോവുകയാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഉണ്ട്. വൈകിട്ട് റീച്ചാൻ ഒട്ടും സമയമില്ലേ. വൈകിട്ടെന്ന് പറയുന്നത് ഒരു 4 മണി തൊട്ട് 6-6:30 വരെയൊക്കെ കാണും. 4 എന്ന് പറഞ്ഞാൽ അതിന് മുമ്പിട്ടൊക്കെ ചിലരിയ്ക്കും. രാവിലെ ആണെങ്കിൽ രാവിലെ ഒരു 6:30-7 മണി തൊട്ടൊക്കെ മീൻ വന്നു തുടങ്ങും. ഒരു 11:30-12 മണി വരെയൊക്കെ കാണും. അപ്പം ഈ മാർക്കറ്റിലൊക്കെ മീൻ മാർക്കറ്റിൽ പോയിട്ട് പിന്നെ റീച്ചാൻ ഓഫീസിലൊക്കെ പോകുന്ന ഒരു വല്ലാത്ത ഇതാണ്. എനിക്കും പിന്നെ പിള്ളേരുടെയൊക്കെ കാര്യങ്ങൾ അതെല്ലാം കാണുമ്പോൾ ഒന്ന് പോകുന്നവരൊരു പോക്കാണ്. അതുകൊണ്ടാണ് ഈ പോകാത്ത. പിന്നെ സൺഡേയോ പിന്നെ അവധിയുള്ള സമയത്തെ കാണാതെ അങ്ങ് മെനക്കെട്ട. പിന്നെ അച്ചാറൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് ചോദിക്കും, വലിയ മീൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ അത് പോയാലല്ലേ ഒക്കത്തുള്ളൂ. നമ്മുടെ വരുമാനമല്ലേ. അതുകൊണ്ട് വരുമാനമല്ല, എൻ്റെ ഒരു ആവശ്യമല്ലേ അത്, എൻ്റെ ഒരു ബിസിനസ്സല്ലേ. അപ്പോൾ പിന്നെന്താ, അതുകൊണ്ട് ഇവിടെ ഈ അടുത്തുള്ള മാർക്കറ്റിൽ ഇതേ ഉള്ളൂ. ഇന്നലെയും പോയെണ്ണ ഇതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എന്നാൽ വാങ്ങിക്കണ്ടാന്ന്. വേറെ ഒന്നുമില്ലായിരുന്നു. ഇതിൻ്റെ ഇങ്ങനെ ചെറിയ ഒരു മിനിറ്റ് അതുപോലെ ചെറിയ എന്താ പറയുന്നത് ഈ ചൂരകളെയുള്ളവർ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ വീഡിയോ കിടന്നങ്ങ് വെട്ടുന്നു. അപ്പോൾ എന്നിട്ട് ഇന്നലെ ചോദിച്ച്, ചേച്ചിക്ക് എന്താ ക്ഷീണം പോലുണ്ടല്ലോ മുഖത്ത്, എന്താ വയ്യേന്ന്. അത് ഇന്നലെ സൺഡേയിൽ പ്രേയറിനൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ പറയില്ലേ, ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ നമ്മൾക്ക് പോക്കുവരവ് തന്നെ ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 1 മണിക്കൂർ. ഇല്ല ഉച്ചയ്ക്കില്ല വന്ന് അത് കഴിഞ്ഞാൽ ഞാൻ എടുത്തത്. അത് കഴിഞ്ഞ് എനിക്ക് ഇത്തിരി ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുഖം അങ്ങ് വല്ലാതായിപ്പോയത്. അല്ലാതെ അസുഖമായിട്ടൊന്നുമില്ല. ഇച്ചിരി കോൾഡ് ഉണ്ടായിരുന്നു. അത് മെഡിസിൻ എടുത്തുണ്ടെങ്കിൽ കുറവുണ്ട്. പിന്നെന്താ, നമ്മുടെ ഗീത ചേച്ചി വന്നു. ഗീതേച്ചിക്ക് വയ്യായിരുന്നു, ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. സ്ഥിരം ഈ വീഡിയോ കമൻ്റ് ഇടുന്നവരെ കണ്ടില്ലെങ്കിൽ നമുക്കൊരു വിഷമോ. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയുടെ നമ്പർ ഉള്ളത് കൊണ്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു. പക്ഷേ എന്തോ എടുത്തില്ലായിരുന്നു. വാട്സപ്പിൽ മെസ്സേജ്. അന്നേരം ഹോസ്പിറ്റലിലായിരുന്നു. വന്ന് അസുഖമില്ലാതിരുന്നാൽ മതി എല്ലാവരും. ആർക്കും കുഴപ്പമൊന്നും ഇല്ലാതിരിക്കണം, അത് നമുക്കറിഞ്ഞാൽ മതി. പിന്നീട് പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഉറുമ്പ് ശല്യം എനിക്കല്ല, എൻ്റെ ഒരു സബ്സ്ക്രൈബറിന് ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കര. അത് പോകാൻ എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാരണം നിങ്ങൾക്കറിയാവുന്നത് ഇങ്ങനെ ടിപ്സ് ചെയ്യുമ്പോൾ പലർക്ക് പ്രയോജനമല്ലേ. അതുകൊണ്ട് അറിയാവുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. ഇല്ല എനിക്കില്ലേ പൾസസിൻ്റെ കാര്യവും പാത്രത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് അത് പലർക്ക് പ്രയോജനമായി കാണുമേ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പോൾമോൻ ഇന്ന് എക്സാം ആയിരുന്നു, നന്നായി എഴുതിയെന്ന് പറയുന്നു. നാളെ ഇല്ല, ഇനി മറ്റന്നാൾ. ഇടയ്ക്ക് ഗ്യാപ്പുണ്ട്. നമുക്ക് ആ ടെൻഷൻ എപ്പോഴും. ഇന്നലെ 2 മണി വരെ അവൻ്റെ സ്വഭാവം ഇതാ. പരീക്ഷാ സമയത്തെ അവൻ ലേറ്റായിട്ട് അങ്ങനെ ഇരിക്കില്ലെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടാണ്. ഞാനും പറയടാ അങ്ങനെ ഇരിക്കില്ലെന്ന്. അത് അന്നേരം അവൻ രാത്രി ഇരുന്ന് പഠിക്കും. പിന്നെ റീച്ചാൻ പറഞ്ഞ് പഠിക്കുന്നെങ്കിൽ അങ്ങ് പഠിച്ചോട്ടെ സാറ്. കാരണം ഉച്ചയ്ക്കായിരുന്നു എക്സാം. 2:30 ആകുമ്പോൾ പോയാൽ മതി. പിന്നെ അതുകൊണ്ട് രാവിലെ എങ്ങാണായിരുന്നു ഞാൻ ഒട്ടും ഇരുത്തത്തില്ലായിരുന്നു. അതുകൊണ്ട് അത്രയും സമയമുണ്ടല്ലേ, ഇച്ചിരി ലേറ്റായിട്ട് എണീറ്റാലും. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങൾ. ഞാനിന്ന് നിങ്ങൾക്കൊരു ഷോട്ട് ഇട്ടില്ലേ ഈ പനന്തേങ്ങയുടെ. അത് ആർക്കും അറിയത്തില്ല. പക്ഷേ ഞാൻ എന്നിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ എൻ്റെ ചേച്ചിയെടുത്തും ചോദിച്ചു, ബെൻസിയെടുത്തും ചോദിച്ചു. ബെൻസി എന്നാലും ചോദിച്ചു, എടി ഇത് പണ്ട് അങ്ങനെ നാട്ടിൽ
ഈ എണ്ണപ്പനയ്ക്ക അതല്ലേന്ന് ഞാൻ പറഞ്ഞ ആൽറെഡി ഇത് പനന്തേങ്ങയാ പഴുത്തിങ്ങനെ വീഴുന്നത്. അതിൻ്റെ പൊട്ടാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ കരിക്ക് പോലെ പൊട്ടിച്ച് അതിൻ്റെ അകത്തെ അത് വെള്ളം കുടിക്കുന്ന ഒരു പൾപ്പ് ഇത് ഒരു സൈസ് വളവളായിരിക്കുന്ന കരിക്കിൻ്റെ കൂട്ടുള്ള കഴിക്കുന്നത്. ഇത് പക്ഷേ പഴുത്ത് വീണതാണ്. അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് എന്നാൽ ചേച്ചി എനിക്ക് ചില വീഡിയോകൾ അയച്ചു തന്നു. എന്തോന്നേലും അതിൻ്റെ പഴുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും റെസിപ്പിയിൽ ഇടാമെന്നും പറഞ്ഞു. നല്ല ശരീരത്തിന് നല്ല ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. ഞാനത് രാവിലെ ഞാൻ അതിനെ കുറച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കളയാനായിട്ട് എടുത്ത് വെച്ചേക്കുമായിരുന്നു. ഒന്നും അറിയത്തില്ലല്ലോ. പിന്നെ ഞാനിങ്ങനെ ഈ ചേച്ചി എടുത്തും ഇവിടെ അടുത്തും ചോദിച്ചേ. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് ഇത് നല്ലയാ, നീ അതിൻ്റെ പൾപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഇച്ചിരി മെനക്കേട് പരിപാടിയാ, അതിന് ഇച്ചിരി പേഷ്യൻസ് ഒക്കെ വേണം പൾപ്പൊക്കെ എടുക്കാൻ. അപ്പോൾ അവൾ പറഞ്ഞെടി ഇതിൻ്റെ കിഴങ്ങ്, അതിൻ്റെ മൂട്ടിൽ കിഴങ്ങ് ഇങ്ങനെ വരും, അത് ഇങ്ങനെ നന്നായിട്ട് വേവുള്ള ബോയിൽ ചെയ്ത് ഇല്ല കൂവക്കിഴങ്ങ് എന്നങ്ങാണ്ടൊരു പറഞ്ഞവൾ, അതുപോലെ പുഴുങ്ങി തിന്നാൻ നല്ലതാണ്, നല്ല ഗുണമുള്ളതാണ് ശരീരത്തിന്. എന്തുവന്നാലും ഞാൻ ചെയ്തിട്ടുണ്ട്. റെസിപ്പി എന്തെങ്കിലും ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ കൂടുതൽ കാണിച്ചില്ല, കാരണം ഇത് ആർക്കും അങ്ങനെയൊക്കെ കിട്ടുമോ കിട്ടത്തില്ലയോ, അവങ്ങൾക്ക് പ്രയോജനം ഉണ്ടോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി എടുക്കുന്നതൊന്നും അത് വീഡിയോ എടുത്തില്ല. ഓക്കെ. അപ്പോൾ ഇന്ന് രാവിലെ റീച്ചാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് ചില സമയത്ത് ഇങ്ങനെ ഈ നമ്മുടെ ഉഴുന്ന് വടയും ഇങ്ങനെ ചട്നിയും സാമ്പാറും അത് കൊണ്ടുവരും. അപ്പോൾ അതിങ്ങനെ രണ്ടുകൂടെ മിക്സ് ചെയ്തിങ്ങനെ കുതിർത്ത് കഴിക്കും. അപ്പം പ്രൈസം മോന് അല്ലാതെ കഴിച്ച് ഞാൻ അവൻ്റെ ഒരെണ്ണം കൂടെ, ഒരാൾക്ക് 3 എണ്ണം എന്ന രീതിയിലാണ് ഇന്ന് കൊണ്ടുവന്നത്. അപ്പം ഞാൻ കഴിക്കാൻ എടുത്തോണ്ടേ പ്രൈസം മോൻ്റെ ഒരെണ്ണം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ കുതിർത്ത് അവനോട് പറഞ്ഞിടാ ഇങ്ങനെ കഴിക്കാൻ നല്ലയാ, അങ്ങനെ കഴിക്കുന്നു. അങ്ങനെ ഡാഡിക്ക് രാവിലെ ചപ്പാത്തി കൊടുത്തു. റീച്ചാൻ വരുമ്പോൾ ഇത്തിരി ഒന്ന് ലേറ്റാവും, ഒരു 9:30 ആവും. അതുകൊണ്ട് ഡാഡിക്ക് ചപ്പാത്തി കൊടുത്തു, പിന്നെ ഇത് 2 എണ്ണം കൊടുത്തു. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് വടയും സാമ്പാറും ചട്നിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി തുണി കഴുകാനായിട്ട് അങ്ങിട്ട്. അപ്പോൾ രാവിലെ തുണി അങ്ങിട്ടാൽ പിന്നെ അത് ഇപ്പോൾ ഇവരുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ ഇടും, അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഇടും. അപ്പോൾ വാഷിങ് അങ്ങിടും. പിന്നെ അനു വരുവാണെങ്കിൽ പിന്നെ നമുക്ക് ഈ പൈപ്പൊക്കെ എടുത്ത് മാറ്റണം. അതുകൊണ്ട് അതിന് മുമ്പിട്ട് വാഷിങ് അങ്ങ് നടത്തണം. കാരണം ഈ പൈപ്പൊക്കെ തറയിൽ കിടക്കുന്ന അവൾക്ക് തൂക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അവളിപ്പോൾ 1-1:30 ആകുമ്പം വരും. അതിന് മുമ്പിട്ട് എനിക്ക് തുണിയൊക്കെ കഴുകി എടുക്കണം. അതിനുശേഷം പിന്നെ നമ്മുടെ പാത്രം കഴുകലിലോട്ട് പോകാം. അതിമനോഹരമായ ഒരു ജോലിയാണിത്. എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ട്. ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ പാത്രം കഴുകുമെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഇന്നലെ നേരത്തെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് എടുത്തു വെച്ചു. അതിനുശേഷം ഇപ്പോൾ കഴുകുന്നതെല്ലാം കൂടെ ഇങ്ങോട്ട് എടുത്തു വെക്കട്ടെ. എന്നിട്ട് ഇതിനി ഉണങ്ങിയിട്ട് അടുത്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമ്മളെ ഫ്രീ ആയിട്ട് വിടത്തില്ല. ഇന്നിപ്പം നേരത്തെ ഞാൻ എടുത്തു വെച്ച പാടയുണ്ടല്ലേ, അപ്പം ഞാൻ ഈ നെയ്യ് ഉരുക്കുന്ന ചട്ടിയാണ് ഇത്. ഈ ചട്ടി കാണാൻ ഇത്തിരി ഭംഗിയില്ലെങ്കിലും ഗുണം അതിന് ഭയങ്കര കേട്ടോ. അപ്പം പാല് അടുത്തത് ഉറയൊഴിക്കാനായിട്ട് പാല് കാച്ചുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ നെയ്യ് ഉരുക്കാനായിട്ട് അവിടെ ചെറിയ തീയിലങ്ങനെ പാൽപ്പാട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഉറയൊഴിച്ച് ഇന്ന് മോരുകറി ഉണ്ടാക്കുന്നുണ്ടല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ ഉറയൊഴിച്ചെടുത്ത് ഫ്രിഡ്ജ് വെച്ചില്ലേ, അതാ ഇപ്പം ഞാൻ ഈ ഉറയൊഴിക്കുന്ന സമയത്ത് അല്ലെങ്കിലും ഞാനിപ്പോൾ എന്നും ഇച്ചിരി മോരും വെള്ളം കുടിക്കാൻ നോക്കും. വയറിനൊക്കെ ഇത്തിരി തണുപ്പ് കിട്ടുമല്ലേ. ഇവിടെ വേറെ ആർക്കും അങ്ങനെ മോരും വെള്ളത്തോട് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുത്ത് കുടിക്കും. അപ്പം പിന്നെ തേങ്ങാ പൊട്ടിയുടെ അടുത്ത പരിപാടി ഉരുളൻകിഴങ്ങ്. എന്തോടാ ഉരുളൻകിഴങ്ങ്? ഉരുളൻ കിഴങ്ങ്. ഒന്നുകൂടെ പറഞ്ഞേ. കിഴങ്ങ്. കിഴങ്ങ്. ആ, इसका फेवरेट नहीं है. ഉരുളൻകിഴങ്ങ്. ആ, ഇന്ന് മൊത്തം പറഞ്ഞോണ്ട് നട. ഉരുളൻകിഴങ്ങ്. ഉരുളൻകിഴങ്ങ്.
അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ഉരുളൻകിഴങ്ങ് ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഞാൻ അതെടുത്തോണ്ട് വന്ന് ഞാൻ പറഞ്ഞ. അപ്പം ഞാനിത് വീഡിയോ എടുക്കാതിരുന്നില്ല. അന്നേരം ഇവൻ്റെ ഈ മമ്മി മലയാളത്തിൽ ഉരുളൻകിഴങ്ങിന് അവൻ വേറൊരു വേടാ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ്റെ ഈ പറച്ചിൽ കേട്ടോണ്ട് ഞാനതങ്ങ് വീഡിയോ എടുത്തതാണ്. ആ പോളിനേക്കാൾ ഇവൻ കുറച്ചുകൂടെ നന്നായിട്ട് ചില സമയത്ത് ഇവിടെ ഭയങ്കര സംസാരം രണ്ടുപേരും കൂടെ. നമ്മളില്ല സ്പീഡി മലയാളം പറയത്തില്ലേ. ഞാനിപ്പോൾ എന്തെങ്കിലും ഇവരോട് ദേഷ്യപ്പെടുവാണെങ്കിലൊക്കെ സ്പീഡി ഓരോന്നൊക്കെ പറയുമ്പോൾ പോൾ അവിടെ നിന്ന് ചിരിക്കും. എന്തിനാണെന്നോ അത് കേൾക്കാൻ അവന് ഇഷ്ടമാണ്. എന്നിട്ട് അവൻ തന്നെത്താൻ ഓരോന്നൊക്കെ പറയും. പക്ഷേ അത്ര ക്ലിയർ അവർ പറയും. പക്ഷേ എപ്പോഴും അവർ നമ്മൾ വീട്ടിൽ ഇപ്പം ഞാൻ പറഞ്ഞാലും വെളിയിൽ ഈ പിള്ളേരുമായിട്ടൊക്കെ എപ്പോഴും ഹിന്ദി ഇംഗ്ലീഷും അല്ലേ പറയുന്നത്. അതുകൊണ്ട് അവരുടെ വായിൽ എപ്പോഴും അതായിരിക്കും കൂടുതലും വരുന്നത്. അവർക്കറിയാം മലയാളം. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ മോരൊക്കെ റെഡിയാക്കിയായിരുന്നു. അതിനിപ്പോൾ കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻകറി ഇത്രയും കൂടെ ഉണ്ട്. അത് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തിളപ്പിച്ച് വെച്ചാൽ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ടേ. പിന്നെ തോരൻ വെക്കുന്നത് നമ്മുടെ പയറുണ്ടല്ലേ, പയർ തോരനാണ്. അതെനിക്കൊരു അബദ്ധം പറ്റി. റേച്ചാനാണെങ്കിൽ കൊണ്ടുവന്നത് എന്നിങ്ങനെ ഓരോ പിടി കൊണ്ടുവരും. അങ്ങനെ അരക്കിലോടെ ഇതാ കണക്കാണ്. ഇത് അരക്കിലോ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആ 2 കെട്ടുകൂടങ്ങ് വെള്ളത്തിലെടുത്തിട്ട് കഴുകാനായിട്ട് പിന്നെ വീണ്ടും എടുത്ത് വെക്കുന്നത് എങ്ങനെ. അതുകൊണ്ട് ഞാൻ അതങ്ങ് അരിഞ്ഞ് 2-3 ദിവസത്തേക്കിന് കാണും ഈ തോരൻ. അതെല്ലാം കുത്തി ഇരുന്നങ്ങ് അരിഞ്ഞ് പിന്നെ ഞാനെടുത്ത് വെള്ളത്തിൽ ഇട്ടത് പിന്നെ എടുത്ത് ഉണക്കി വീണ്ടും കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ പന്നലാവുമെന്നും പറഞ്ഞ് ഞാനെല്ലാം കൂടെ അരിഞ്ഞ് അതിൻ്റെ അകത്ത് തന്നെ ഉള്ളിയും തേങ്ങയും പിന്നെ മഞ്ഞപ്പൊടിയും കറിവേപ്പില എല്ലാം ഇട്ട് ഞെവിടി ഉപ്പും ഇട്ട് ഞെവിടി അങ്ങ് തോരൻ വെച്ചേക്കാന്ന് വെച്ച്. അപ്പോൾ എനിക്ക് ഈ പയർ തോരൻ വെക്കുമ്പോഴേ ഇടയ്ക്ക് ഇത്തിരി പൊളിക്കാനൂടെ കാണുമല്ലേ ചിലത്. അങ്ങനെ കുറച്ച് പൊളിക്കാനുള്ളതും അല്ലാതെ അരിയാനുള്ളതും കൂടെ ആകുമ്പോൾ നല്ലൊരു അങ്ങനെയുള്ള മിക്സിങ് തോരൻ നല്ല ടേസ്റ്റാണ്. ഇവിടെ മെഴുക്ക് പുരട്ടാറില്ല നമ്മൾ ഇത്. കാരണം ഈ പിള്ളേർക്ക് ചോറിൻ്റെ കൂടെ അത്ര താല്പര്യമില്ല ഇതിന്. എനിക്ക് പക്ഷേ ഇഷ്ടമാണ് മെഴുക്കുവരട്ടിയും ഇങ്ങനെ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. അതുകൊണ്ട് തോരനാണ് ഇവർക്ക് കൂടുതലും ഇഷ്ടം. അതുകൊണ്ട് ഞാനങ്ങ് എപ്പോഴും അങ്ങ് തോരനാക്കുന്നത്. ചില പയർ വേവിക്കുമ്പോൾ നമുക്കറിയാം അതങ്ങ് ഒരു ഇച്ചിരി വെള്ളം കൂടുതലുള്ളതായിരിക്കും. അതെന്ന് പറയുന്നത് നമുക്ക് തോരൻ വെച്ചാലും ഇങ്ങനെ അലന്തളന്ന് കിടക്കത്തില്ല. ഇത് നല്ലതാണ്, കുറഞ്ഞതും ഇല്ല, നല്ല ഇതായിട്ട് കിടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനിയും കാണിക്കുന്ന ഒരു ഷോർട്ട് ഇച്ചിരി വീഡിയോ ഉണ്ട്. അത് സൺഡേ ഞങ്ങൾക്കവിടെ ഉച്ചയ്ക്ക് ഈ പാവും ഇവിടെ മിസൽ എന്ന് പറയും, മിസൽ അല്ലെങ്കിൽ ഉസൽ എന്ന് പറയും. അതിൻ്റെ കറി എന്ന് പറയുന്നത് ഞാനത് നോക്കുകയാണെങ്കിൽ ചെറുപയറും വെള്ള വട്ടാണയും കൂടെ ആയിരുന്നു. അപ്പോൾ പോളുമ്പം പറയാം മമ്മി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണേ, ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇത് നല്ലതാണ്. അപ്പം ഞാനൊന്ന് ചിന്തിച്ച്. പക്ഷേ ആ മസാലയൊക്കെ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് അത് ഇട്ടേന്ന് നമ്മുടെ ഐഡിയ വെച്ചൊന്ന് ഉണ്ടാക്കാമെന്ന് ഞാൻ ചിന്തിച്ച്. അപ്പം മിസലാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഫർസൻ അതുകൂടി ഇടും. പക്ഷേ ആ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് അത് വാങ്ങിക്കാൻ മറന്നുപോയെന്ന് അവിടെ ഫുഡ് തരുന്ന ആളെ. അപ്പം നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. മല്ലിയിലയൊക്കെ നന്നായി ചേർത്തിട്ടുണ്ടായിരുന്നു. പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ ഇവിടുത്തെ ഈ ടേസ്റ്റൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്രിൻസിയെ നാളെ നമ്മുടെ അച്ചപ്പത്തിൻ്റെ റെസിപ്പി വരുന്നുണ്ട് കേട്ടോ, കണ്ടിട്ട് ഉടനെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാൻ ഓമയ്ക്ക എടുത്ത് എനിക്കും ഡാഡിക്കും കൂടെ കഴിക്കാനായിട്ട്. ഇവിടെ ഇവരാരും കഴിക്കത്തില്ലല്ലേ. അപ്പോൾ ഞാനിങ്ങനെ റൗണ്ടാക്കി ഇങ്ങനെ കണ്ടിച്ചിട്ട് പിന്നെ ചെറിയ പീസാക്കി അതിൻ്റെ തൊലി കളയാമെന്ന് വെച്ച്. പ്രൈസമ്മോന് എൻ്റെ സ്മെല്ല് കേൾക്കുമ്പോഴേ പറയേ എന്താ സ്മെല്ലാന്ന്. അവർക്കിതിൻ്റെ ഗുണത്തെപ്പറ്റി അറിയാമോ. ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ദിവസം ഒന്ന് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതായിരുന്നു കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.